ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കൂലിയുടെ റിവ്യൂ ആണ്. കുറേ കാലം കൂലിയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ഇന്ന് ഞാൻ പ്രീമിയർ ഷോ കണ്ടു. ഇത് ഏകദേശം ഇവിടെ ഇപ്പോൾ ഒരു 4 മണിയായി. പ്രീമിയർ ഷോ കണ്ടു വന്നതേ ഉള്ളൂ. ആൻഡ് മൂവീനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണേ. അത് എൻ്റെ മാത്രം അഭിപ്രായം. നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. സോ കേട്ടിട്ട് നിങ്ങളെ കമന്റ്സ് ഷെയർ ചെയ്യുക. ആൻഡ് സിനിമേന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് ഞാൻ വല്ലാണ്ട് പോണില്ല. ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. ലോകേഷ് കനകരാജ് ആണ് ഡയറക്ടർ ആൻഡ് ഈവൻ റൈറ്ററും ആൾ തന്നെയാണ്. മ്യൂസിക് ചെയ്തിട്ടുള്ള അനിരുദ്ധ് രവിചന്ദ്രൻ, പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കലാനിധി മാരൻ അണ്ടർ ഹിസ് സൺ പിക്ചർ ബാനർ. ആൻഡ് ഇതിന്റെ സിനിമോട്ടോഗ്രാഫി വന്നിട്ട് ഗിരീഷ് ഗംഗാധരനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫൈറ്റ് അൻപരി മാസ്റ്റേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മൊത്തം ഓവറോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂസിക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. മ്യൂസിക് ഉഷാറായിട്ടുണ്ടായിരുന്നു. അനിരുദ്ധിന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും അരങ്കമതിരട്ടുമേ ആ സംഭവം എവിടെ പോയി എന്നുള്ള എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാ. ആ സാധനം സിനിമയിലേക്ക് വരുമ്പോ ഒരു സ്ഥലത്തും മര്യാദയ്ക്ക് യൂസ് ചെയ്തില്ല. തുടക്കത്തിലുണ്ടായിരുന്നു, എൻഡിലുണ്ടായിരുന്നു, ഫിനിഷ്ഡ്. പിന്നെ ട്രെയിലറിൽ കാണിച്ച BGM അതാ എനിക്ക് കുറച്ച് സങ്കടം തോന്നി. എനിക്ക് തോന്നുന്നു രജനീകാന്തിന് മാത്രം കൊടുത്തൊരു ഭാഗത്താണ് അങ്ങനെ പറ്റിയത്. ഉപേന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടറിന് കൊടുത്ത BGM ഉഷാറായിരുന്നു. ഒരു ഒരു ക്ലാസിക്കൽ മിക്സ്ഡ് പരിപാടിയായിരുന്നു. നിങ്ങൾ ഓഡിയോ ലോഞ്ചിൽ ഓഡിയോന്റെ ഇത് കേട്ട് എന്താ അതിന് പറയാ, അവര് മ്യൂസിക് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരുത്തരെ മ്യൂസിക് ഏതാന്നൊക്കെ ഉള്ളത്. ഐ ആം ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സ്കോർ ഉണ്ടായിരുന്നു. അത് നാഗാർജുനയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. നാഗാർജുനയുടെ ക്യാരക്ടറിന് പറ്റിയൊരു സോങ് ആയിരുന്നു, BGM ആയിരുന്നു. ആൻഡ് ഇറ്റ് വർക്ക്ഡ് വെൽ. പിന്നെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ആ സംഭവങ്ങളൊക്കെ രസമായിരുന്നു. നാഗാർജുനന്റെ കോസ്റ്റ്യൂംസ്, ആളുടെ ഒരു 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 വില്ലൻ പരിപാടീസ് ഒക്കെ രസമായിരുന്നു. നിങ്ങളുടെ ആൾ ഇതിന് മുന്നേ ഇങ്ങനത്തെ പടങ്ങൾ ചെയ്തിട്ടില്ല തോന്നണല്ലേ. ആൾ എന്തായാലും ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ആളുടെ കയ്യിൽ തന്നെയായിരുന്നു പടം ഏകദേശമൊക്കെ. സൗബിൻ എന്താ സ്ഥിരം അഭിനയം പരിപാടികൾ തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയതൊന്നുമില്ല. ലോകേഷ് എന്തോ സൗബിൻ ഇനി ചെന്നൈയിലേക്ക് മാറേണ്ടി വരും, അവിടുന്ന് കോളും കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ പറയുന്നു. പക്ഷെ എനിക്ക് അതൊന്നും തോന്നിയില്ല. അത്രമാത്രം കിടിലം പരിപാടി ഒന്നും പറയല്ല. ജസ്റ്റ് നമ്മൾ കാണുന്ന സൗബിൻ, മലയാളത്തിലുള്ള സൗബിൻ അത്ര തന്നെ. നോർമൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ആൻഡ് വലിയ വലിയ സ്റ്റാർസിനെയൊക്കെ വെച്ച് ആദ്യം ചെയ്യണം എന്ന് തോന്നി എന്ന് ലോകേഷ് പറഞ്ഞിരുന്നു. നന്നായി ആരും അങ്ങനെ ചെയ്യാഞ്ഞത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒന്നാമതില് സ്റ്റാർസ് കുറെ ആൾക്കാരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം ഇല്ലാണ്ടാവുക. എന്താ പറയാ, തിരിഞ്ഞു കളിക്കുകയാണ് അവിടെ ഇവിടെ, എവിടേക്കൊക്കെ പ്ലേസ് ചെയ്യേണ്ട അറിയില്ല. മോണിക്ക ബെലൂച്ചി സോങ് വന്നു. പ്ലേസ്മെന്റ് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചിക്കട്ട് വൈബ് എൻജോയ് ചെയ്തു. ചിക്കട്ട് വൈബിന്റെ പ്ലേസ്മെന്റും കറക്റ്റ് ആയിരുന്നു. പക്ഷെ മോണിക്ക ബെലൂച്ചി അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ലോകേഷും പറഞ്ഞിട്ടായിരുന്നു, മാർക്കറ്റിംഗ് പോലെയാണ് ആ സോങ് പുറത്ത് വിട്ടത്. അത് ക്ലിയർ ആയിട്ട് ഒന്ന് മനസ്സിലാവേണ്ട ഒരു മാർക്കറ്റിംഗ് പേർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സോങ് തന്നെയാണത്. അത് അത്രേ ഉള്ളൂ. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രജനീകാന്ത് പിന്നെ നമുക്കറിയാലോ, രജനീകാന്തിന്റെ സ്റ്റൈല്, മാനറിസം കാര്യങ്ങൾക്കാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നതും അത് കാണാനാണ് കൈയടിക്കണം എന്നുള്ള. ഈ സിനിമയിലേക്ക് വരുമ്പോൾ മൊമെന്റ്സ് വളരെ കുറവാണ്. കാരണം ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, ആള് വരുന്ന സമയത്ത് ഒരു ഹൈ വന്നു, പിന്നെ പോയി, പിന്നെ ഒരു ഹൈ വന്നു, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഹൈ, പിന്നെ ഫ്ലാറ്റായി അങ്ങനെ അങ്ങ് ഒഴുകി പോവാ. അവസാനത്തൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരു ഫീലായി എനിക്ക് കേട്ടോ. ഞാനും എന്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടാണ് പോയത്. കാരണം പ്രീമിയർ ഷോ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയണ കുറെ പേരുണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും ഒരു സെർട്ടൈൻ പോയിന്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. ആൻഡ് നമ്മളത് ആ ഒരു രീതിയിലാണ് എൻജോയ് ചെയ്തത്. ഞാൻ പറയുമല്ലോ, ഇതെന്താ ഓരോ സംഭവം വരുമ്പോൾ മനസ്സിൽ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് മാത്രം കുറച്ച് ട്രോളായിട്ട് ഷെയർ ചെയ്യാം. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു അവസ്ഥയിലെത്തി. കാരണം സിനിമ ഒട്ടും എക്സൈറ്റ് ചെയ്യിപ്പിച്ചില്ല. എന്നെ ഒട്ടും എക്സൈറ്റ് ചെയ്യിപ്പിച്ചില്ല. എന്റെ ഫ്രണ്ട്സിന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവരും ഒട്ടും എക്സൈറ്റ് ചെയ്യിപ്പിച്ചില്ല. ഞങ്ങൾക്കൊക്കെ ഒരു ആവറേജ് അനുഭവമായ സിനിമ വന്നിട്ടുള്ളൂ. ശ്രുതി ഹസനാണ് പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള റോൾ ചെയ്യണത്. അപ്പം ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരാളെ ഞാൻ മോശമായിട്ട് പറയുക കാര്യങ്ങളൊന്നല്ല. പക്ഷെ ആള് വന്നിട്ടില്ല. ലാസ്റ്റ് സിനിമകളൊക്കെ ഏകദേശം ഒരു ആവറേജ് സ്റ്റേറ്റസേ വന്നിട്ടുള്ളൂ. ഒരു പേടിണ്ടായിരുന്നു ആൾ ഇതിൽ പെർഫോമൻസ് വൈസ് മോശമാകുമെന്നുള്ള. പക്ഷെ പെർഫോമൻസ് വൈസ് ഒന്നും മോശമായിട്ടുണ്ടായിരുന്നില്ല, കൊള്ളായിരുന്നു. ഐ മീൻ ഒരു ആവറേജ് പെർഫോമൻസ്. സത്യരാജ് ആണെങ്കിലും ആവറേജ്, എല്ലാവരും ഒരു ആവറേജ് പെർഫോമൻസിലേ പോയിട്ടുള്ളൂ. ഐ മീൻ ഇതിൽ പെർഫോമൻസ് ഒന്നും കൊണ്ടുവന്ന് ഭയങ്കര ലെവലാക്കേണ്ട പരിപാടിയൊന്നുമില്ല. കോൺസെപ്റ്റ് കുറച്ച് പുതിയതാണ്. ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിൽ പറയുന്ന കാര്യവും ഐ മീൻ അതൊക്കെ വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവരത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രീതി ഉണ്ടല്ലോ, അത് ഒട്ടും എന്നെ കൺവിൻസ് ചെയ്തിട്ടില്ല. ഒരു പോയിന്റിലൊക്കെ ഇത് വേണ്ട, ഇതല്ല, ഇങ്ങനെ ആയിരുന്നില്ല ഇത് വേണ്ടതെന്നുള്ള. മറ്റേ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, എന്താ ആ പേര്, ഡൊണാൾഡ് സെബാസ്റ്റ്യൻ, അങ്ങനെ എന്തോ അല്ലേ. ആ ആളുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് കേട്ടോ. ആളുടെ വീഡിയോസിൽ ആള് ഡീകോഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഉഷാറായി ചെയ്തിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും സിനിമേന്റെ പകുതി മുക്കാ ഭാഗം എത്തിയപ്പോ ഞാൻ തോന്നി, നമ്മുടെ ഡൊണാൾഡ് ചേട്ടന്റെ അടുത്ത് നിന്ന് സ്ക്രിപ്റ്റ് മേടിച്ചിട്ട് പടം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനെക്കാളും വേറെ ലെവലിൽ എത്തുമായിരുന്നു. കാരണം ആള്
ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. ആള് ചെയ്ത് വെച്ച വർക്ക് ഉണ്ടല്ലോ, ഐ മീൻ ആള് പറഞ്ഞ കുറച്ച് ഡീകോഡിങ് സ്റ്റോറീസ് ഉണ്ടല്ലോ, അതൊക്കെ സിനിമ ആക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കിടിലം പരിപാടിയാവും. ഇത് ഒരുമാതിരി എന്ത് പടം എടുത്ത് വെച്ചിട്ടുള്ളത്, ഇത് ലോകേഷിന്റെ ആണോ എടുത്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ലോകേഷിന്റെ ഒരു വലിയ ഫാനാണ്. ലോകേഷിന്റെ സിനിമകളൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനിരുദ്ധ് ലോകേഷ് കോംബോ, മറ്റേ ഇതൊക്കെ ടെക്നിക്കൽ സൈഡ് വന്നിട്ട് ലോകേഷ് സ്ഥിരം ആൾക്കാരെ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആകെ പ്രൊഡക്ഷനിൽ മാത്രമേ മാറ്റം ഉണ്ടാവൂ. ആൻഡ് ഈ പടത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലൊന്നുമില്ല. ചില സീനിലൊക്കെ എന്താ രജനീകാന്തിന്റെ മുഖമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളകണ പോലെ തോന്നും. എന്നാൽ ഡ്യൂപ്പാണെന്നുള്ള 100% നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വളരെ കുറവാണ്. 2 ഫൈറ്റ് ഒക്കെ ഉണ്ട് തോന്നുന്നു എനിക്ക്. 2 ഫൈറ്റ്, അതും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫൈറ്റ്. ഒരു കിക്ക് കിട്ടിയില്ല ഗൈസ്. അത് എനിക്ക് പേഴ്സണലായി തോന്നിയ കാര്യം. നിങ്ങൾ എന്തായാലും പടം കാണണം. ഞാൻ നിങ്ങളെ എക്സ്പീരിയൻസിനൊന്നും കില്ല് ചെയ്യല്ല. പടം നിങ്ങൾ എന്തായാലും പോയി കാണണം. കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയും. കാരണം ലിയോ എന്ന് പറഞ്ഞ സിനിമ മിക്സഡ് ഒപ്പീനിയനാ നാട്ടിലും എല്ലായിടത്തും വന്നത്. പക്ഷെ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പല റിവ്യൂസും കേട്ടിട്ടുണ്ട്, ആ സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് റിവ്യൂസിലൊക്കെ. അപ്പൊ അത് വിചാരിച്ച് ഞാൻ എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമേന്റെ ഞാൻ പറഞ്ഞ അഭിപ്രായം മാത്രം കേട്ടിട്ട് നിങ്ങൾ കാണാതിരിക്കരുത്. നിങ്ങൾ കാണണം. കണ്ടിട്ട് നമ്മുടെ കമന്റ് ബോക്സ് ഇല്ലേ, കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക. ആൻഡ് കമന്റ് ബോക്സ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു റിക്വസ്റ്റും കൂടി ചെറുതായിട്ട്, നമ്മൾ ഈ സിനിമയെ പറ്റി ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു, ഹൈപ്പ് ആയിരുന്നു. കുറെ വീഡിയോസും ഷോർട്സും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസ് പോട്ടെ, അത് നമുക്ക് മാറ്റിയേക്കാം. ഷോർട്സ് ഒക്കെ ചിലപ്പോൾ വീണ്ടും വീണ്ടും ഒരു ലൂപ്പ് പോലെ നിങ്ങളെ എന്താ പറയാ ഫീൽഡിൽ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്റെ റിക്വസ്റ്റ് എന്താ വെച്ചാൽ, ദയവ് ചെയ്ത് അതിന്റെ അടിയിൽ കമന്റ് വിളിക്കരുത് പടം കണ്ടിട്ട്. കാരണം ഞാൻ അതിൽ നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളും സിനിമയിൽ വന്നിട്ടുണ്ട്, പല കാര്യങ്ങളും വന്നിട്ടില്ല. ടൈറ്റിൽ കാർഡിന്റെ ഒരു കാര്യം പറയുന്നു, 50 ഇയേഴ്സിന്റെ, അതൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ആർത്ത് വിളിച്ചിട്ട് സൗണ്ട് ഒക്കെ ഒരുമാതിരി പോയ അവസ്ഥയായിരുന്നു. പിന്നീട് സൗണ്ട് ഒക്കെ മര്യാദയ്ക്ക് വന്നു, കാരണം വേറെ ഒന്നും ആർത്ത് വിളിക്കാണ്ടായിരുന്നില്ല. ഡെഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിന്റെ ഉള്ളിൽ. ആൻഡ് ഔട്ട് ഓഫ് 5 ഞാനൊരു എന്തിനു പറയാ, ഒരു 3 ഒക്കെ കൊടുത്താലായി എന്നുള്ള അവസ്ഥയാണ് എനിക്ക് പേഴ്സണലി ഉള്ളത്. ഒട്ടും സാറ്റിസ്ഫൈഡ് ആയില്ല. ആൻഡ് ഹൈപ്പ് വന്നോണ്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, ഹൈപ്പ് വന്നോണ്ടെന്നല്ല കേട്ടോ ഈ പടം പോയിട്ടുള്ളത്. കാരണം ഇതിൽ പറഞ്ഞു പോണ കാര്യങ്ങൾ ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഹൈപ്പ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഹൈപ്പ് എഗെയിൻ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദയവ് ചെയ്ത് ആരും LCU മറ്റേ പ്രതീക്ഷ പോയത്, ക്യാമിയോസ് പ്രതീക്ഷ പോയത്. ഇത് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല, പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ആള് ലോകേഷ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താ പറയാ LCU ആയിട്ട് കണക്റ്റഡ് അല്ല എന്നുള്ളത്. അപ്പൊ അത് വിശ്വസിച്ച് മാത്രം സിനിമയ്ക്ക് പോവുക. കാരണം LCU ആയിട്ട് ഒരു രീതിയിലും ഒരു ബന്ധവും ഇല്ലാത്തൊരു പട. ആൻഡ് ഒരു ക്യാരക്ടറിനെ കുറിച്ചും കൂടി ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ട് പോവാം. ആമിർ ഖാൻ, പൊന്ന് ആമിർ ഖാനെ, ഞാൻ പറയണേ, ആളുടെ ഒരു പരിപാടി ഉണ്ട്. ആൾ ഇതിൽ വന്നിട്ട് ആൾ ഇന്റർവ്യൂവിൽ പറയണ്ടായി, ഓഡിയോ ലോഞ്ചിൽ പറയണ്ടായി, ലോകേഷ് വന്നു, സൂപ്പർ സ്റ്റാറിന്റെ പടമാണ്, സൈൻ ചെയ്തു, ഞാൻ കേറി. അതെനിക്ക് മനസ്സിലായി ആ ഭാഗം കണ്ടപ്പോഴേ. ആള് പടത്തിനെ കുറിച്ചൊന്നും അറിയാതെ വന്ന് പെട്ടു പോയതാണല്ല. ഈ എന്ത് ആള് വന്ന BGM ഒക്കെ കൊള്ളാട്ടോ, പക്ഷെ ആളെ കാണിച്ച സീനും ആ ഒരു ഫീൽ കിട്ടി, ലുക്ക് വൈസ്. അത് മാത്രമേ അതിൽ രസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആളും സംസാരിക്കാൻ തുടങ്ങിയപ്പോ പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇനിയിപ്പോ നിന്നിട്ടൊന്നും കാര്യമില്ല. കുറെ നേരം ഇരുന്ന് നോക്കി, എന്തെങ്കിലും അവസാനെങ്കിലും കാണിക്കുന്നില്ല. ഒന്നുമില്ല. അതാണ് ഇന്നത്തെ റിവ്യൂ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ഇത്രയല്ലോ എനിക്ക് പറയാനുള്ളത്. സോ ആരുടെയും ഒരു റിവ്യൂ കണ്ടിട്ട് മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആവരുത്. ഞാൻ അഗെയിൻ പറഞ്ഞു. അപ്പോൾ കാണൂ, എക്സ്പീരിയൻസ് ചെയ്യൂ, ഷെയർ യുവർ കമന്റ്സ്. ആൻഡ് ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. വാർ 2 കാണാൻ പോകുന്നുണ്ട്. വാർ 2നെ കുറിച്ച് ഒരു വീഡിയോയും ചെയ്യും ഡെഫിനറ്റ് ആയിട്ട്. സോ അഗെയിൻ സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ് ലൈക്ക് ദിസ്. താങ്ക് യു. ബൈ.